എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു. ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാർ എക്സാം എഴുതി. ഇനി അങ്ങോട്ട് മെയ് 16-നും ജൂൺ 6-നും സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എക്സാം ഉള്ളവർ എങ്ങനെയായിരിക്കണം അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഇന്നലത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അതായത് പ്രോപ്പറായിട്ട് PSC സിലബസ് ഫോളോ ചെയ്തിട്ടില്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ടില്ല, മറിച്ച് ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് കേട്ടി. പൊളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ജോഗ്രഫി ആണെങ്കിൽ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് കയറി വന്നു. അതിനുശേഷം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണെങ്കിൽ വലിയ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവന്നു. മലയാളം ആണെങ്കിൽ ഇതുവരെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നത്, പക്ഷെ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ മൊത്തം പാറ്റേൺ ഒന്ന് മാറി. അപ്പൊ അവിടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 42 to 50 ആ റേഞ്ച് കട്ട് ഓഫ് പ്രതീക്ഷിക്കും. കാരണം 4000-ഓളം വേക്കൻസി അതിനകത്ത് ഫിൽ ആവാൻ പോകുന്ന കട്ട് ഓഫ് ഉറപ്പായിട്ട് കുറയും. അതേസമയം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഒരു 45+. അതേസമയം സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ ഒരു 48+. അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വേക്കൻസി മാത്രമേ അതിനകത്ത് ഫിൽ ആവത്തുള്ളൂ. സോ അത്യാവശ്യം നല്ല കട്ട് ഓഫ് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് എക്സാം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഡേറ്റ വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡേറ്റ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന്, എന്താണ് PSCക്ക് വേണ്ടത്, അത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോടാ, ഒരു LD വരെ 1.5 മണിക്കൂർ എക്സാം സമയം തരുമ്പോൾ ഇത്രയും പാടുള്ള ക്വസ്റ്റ്യൻസ് ആയ, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫുള്ള് വരുന്ന ഡിഗ്രി പ്രിലിംസിന് 1.25 മണിക്കൂറാണ് PSC തരുന്നത്. എന്താണ് PSCയുടെ ആവശ്യം? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. അതായത് PSCയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, ഈ 1.25 മണിക്കൂർ കൊണ്ട് ഇത്രയും പാടുള്ള ലോജിക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മുഴുവൻ ഒരു കുട്ടി എങ്ങനെ ക്രാക്ക് ചെയ്യുന്നു, ഒരു കുട്ടിക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, ഇത് മാത്രമാണ് PSC നോക്കുന്നത്. അല്ലാതെ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. PSC നോക്കുന്നില്ല ഇവൻ 100 ക്വസ്റ്റ്യൻ 100 അറ്റൻഡ് ചെയ്തോ, ഫുൾ മാർക്കുണ്ടോ, 90 മാർക്കുണ്ടോ, 80 മാർക്കുണ്ടോ, 70 മാർക്കുണ്ടോ, ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യേണ്ട, ഒരു മാർക്ക് കൂട്ടി മേടിച്ചാലും ഫുള്ള് മേടിച്ചാലും ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പ്രിലിംസ് പാസ് ആവുന്നു, അത്രയേ ഉള്ളൂ. അതായത് PSC നോക്കുന്നത് ഇത്രയുള്ള, എപ്പോഴും നിങ്ങളുടെ മനസ്സിലാക്കി നിങ്ങൾ വെച്ചേക്കണം. PSC ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിന് നോക്കുന്നത് ഇവന് എങ്ങനെ ഈ പ്രഷറിൽ ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, ഇത് മാത്രമാണ് PSC നോക്കുന്നത്. അപ്പൊ നമ്മൾ സത്യത്തിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എനിക്ക് പാടുള്ള ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഈ റേഞ്ചുള്ള ക്വസ്റ്റ്യൻ മൊത്തം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം അറ്റൻഡ് ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കി. അതിനകത്ത് മാത്സ് 15 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് 16 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം 4 മുതൽ 5 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ശരിയല്ല, ഞാൻ ഫുള്ളൊന്നും പറയുന്നില്ല, 4 മുതൽ 5 മാർക്ക് വരെ മലയാളം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 35 മാർക്കായി. ഇനി ബാക്കി ഇനി അങ്ങോട്ട് എക്സാം എഴുതാൻ പോകുന്നവർ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കുക. നിങ്ങളൊന്ന് അതിനകത്ത് 26 ക്വസ്റ്റ്യൻസ്, കൃത്യം പറഞ്ഞാൽ 26 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റുമായിരുന്നു. അപ്പൊ എത്ര മാർക്കായി? ഞാൻ ഈ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കുന്നില്ല, എളുപ്പമുള്ള 26 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയ ഒരു കുട്ടി കിട്ടുന്ന 26 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 35, 26, 61 മാർക്കായി. അപ്പോൾ എക്സാം സെന്ററിൽ ഒരുപാട് ടെൻഷൻ വരാം, ഒരുപാട് നെഗറ്റീവ്സ് വരാം, പ്രഷർ വരാം, കുറച്ച് മാർക്ക് അങ്ങ് പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാലും ഒരു 55+ ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഷുവറായിട്ടും അവന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് നമ്മൾ PSCക്ക് എന്താണ് വേണ്ടത് നമ്മൾ ചിന്തിച്ചില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല, നമ്മൾ ഭയങ്കര പാനിക്കായി, നമ്മൾ നല്ല ടെൻഷനായി. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കുറെ കൊണ്ട് തെറ്റിച്ചു. നമ്മൾ വാച്ചില്ല, ക്ലോക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ സമയം ഒന്നും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അറിയാത്ത മാത്സിലെ ക്വസ്റ്റ്യൻസിലെ കുറേ സമയം അവിടെ പോയി. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിലെ സ്റ്റേറ്റ്മെന്റ് കുറേ സമയം വായിച്ചുകൊണ്ടിരുന്നു. മലയാളം കുറച്ച് സമയം പൊക്കാണ്. അങ്ങനെയൊക്കെ പോയി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും എഴുതാൻ പറ്റാതെ വന്നൊരവസ്ഥയായിരിക്കും ഇന്നലെ കുറേ കുട്ടികൾക്കുള്ളത്. അതായത് PSC എന്ത് ചിന്തിച്ചോ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. നമ്മൾ പോകുന്നു, ക്വസ്റ്റ്യൻസ് മൊത്തം ചാടി അടിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ PSC എന്താണോ നോക്കുന്നത്, അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് ആവശ്യം, അത് ഫില്ല് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. നമ്മൾ മനസ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കാം. ഓക്കെ, എൻ്റെ ലക്ഷ്യം ഈ ഫുൾ മാർക്ക് അറ്റൻഡ് ചെയ്യലല്ല, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യലല്ല എൻ്റെ ലക്ഷ്യം, മറിച്ച് എനിക്ക് അറിയാമെന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതെല്ലാം വളരെ പെട്ടെന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് തീർത്ത് വെക്കാൻ പറ്റും. സോ ഈ ഒരു മനസ്സോടുകൂടി വേണം നിങ്ങൾ
അടുത്തൊരു പരീക്ഷയ്ക്ക് പോകാനായിട്ട് മെയ് 16-നും ജൂൺ 6-നും എക്സാം നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഈ മനസ്സോടെ വേണം പോകാൻ, സ്ട്രോങ് ആയിട്ടൊരു മനസ്സോടെ പോകാം. എന്റെ ലക്ഷ്യം 100 മാർക്ക് അറ്റൻഡ് ചെയ്യല്ല, ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യല്ല, മറ്റാരെക്കാളും മെയിനിൽ വരികയല്ല, മറിച്ച് PSC ഡിമാൻഡ് ചെയ്യുന്ന ഈ പ്രിലിംസിനെ ക്രാക്ക് ചെയ്യുക, അത് മാത്രമാണ്. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒരു 35 മാർക്ക് സ്കോർ ചെയ്തു. അതിനുശേഷം GK ഏരിയാസ് പകുതി ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുമായിരിക്കും, ആ പകുതി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ 60+ മാർക്കായി പോരെ, നമ്മൾ പ്രിലിംസ് പാസ്സായില്ലേ, ഈസി ആയിട്ട് പാസ്സായി. മറിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ അവിടെ പോകുമ്പോൾ നല്ല ടെൻസ്ഡ് ആവും, ഒരുപാട് ടെൻഷൻ വരും. കാര്യം ആദ്യം നമുക്കറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ പാനിക്കാം, അയ്യോ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് മൊത്തം തെറ്റായിരിക്കും, നമ്മൾ മാർക്ക് ചെയ്യുന്ന മൊത്തം തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ 100 ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും, അവൻ അത്തള പിത്തള തവള ചെളിക്കായിരിക്കും ചിലപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ തീർന്നു, എല്ലാം പോയി, ബാക്കി എല്ലാവരും ഇത്രയും അറ്റൻഡ് ചെയ്തതും. എടാ അവൻ ചിലപ്പോൾ കോളം തികയാത്തോണ്ട് വരച്ചും അറ്റൻഡ് ചെയ്യുന്നതെന്ന് വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ ചിലപ്പോൾ ഇങ്കി പിങ്കി പോങ് കളിച്ചായിരിക്കും അവൻ അത്രയും ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള പ്രിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യുക. പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊന്നും തന്നെ ഒരു 55+ കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്ന എല്ലാ പരീക്ഷയ്ക്കുമല്ല, വേക്കൻസി കുറഞ്ഞ പരീക്ഷയ്ക്കല്ല, പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെ. അപ്പോൾ നമുക്ക് ആവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാ പാടുള്ള ക്വസ്റ്റ്യനും പോയി അറ്റൻഡ് ചെയ്യണമെന്നാണോ? അല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിനെ ഫസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് ഏറ്റവും പാടുള്ള ഒരു എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് മൊത്തം നല്ല പാടായിരിക്കും, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അവിടെ അറിയാമെന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ഈ മനോഭാവത്തോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പാടായാലും നമ്മൾ ഒരിക്കലും പേടിക്കത്തില്ല. കാര്യം ഓൾറെഡി നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ പാടുള്ള ഒരു എക്സാമിനാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവത്തില്ല. ഇനി ക്വസ്റ്റ്യൻ എളുപ്പമാണെങ്കിലും അപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ചു. ആ ഒരു മനോഭാവത്തോടാണ് നിങ്ങൾ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ, അടുത്ത എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അടുത്ത 2, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതേ ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ച അതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. കാര്യം ഇപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ടെസ്റ്റ് പാക്ക് എടുക്കുകയാണ്, അപ്പോൾ അതിനകത്ത് ഇതേപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലോജിക്ക് വെച്ച് മാത്രം ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇത്രയും സ്കിൽഡ് ആവും. ഇത്രയും എക്സാം എഴുതിയ അനുഭവ സമ്പത്തോടു കൂടിയായിരിക്കും നമ്മൾ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, പ്രിലിംസ് എഴുതാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മനസ്സ് അവിടെ കുലുങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വഴിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും, നമുക്ക് കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് പോകാൻ പറ്റും. ഞാൻ പണ്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടോ മക്കളെ, എല്ലാ ദിവസവും നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ പണ്ട് തൊട്ടേ അത് പറയുന്ന കാര്യം, അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയ, വീക്ക് ഏരിയ അറിയാൻ പറ്റും. വൊക്കാബുലറി ഏരിയാസ് മൊത്തം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇമ്പോസിഷൻ, ഞാൻ പണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് വൊക്കാബുലറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ ഒരു 10 എണ്ണം നിങ്ങളൊരു ഇമ്പോസിഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു അന്റോണിം തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കാം, ഒരു സിനോണിം തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്, വൊക്കാബുലറി ഏരിയ മൊത്തം നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. മറിച്ച് നമ്മുടെ മനസ്സ് ഒരു 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 വാണി നമ്മൾ കൊടുക്കും. നീ ഒരു സാധനം തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ആൻസർ തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് 10 ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കര ഹൈ ആയിട്ട് നെഗറ്റീവ്സ് വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടൊരു ട്രസ്റ്റ്, നിങ്ങളുടെ ഒരു ട്രസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് ലൈഫിലെ എല്ലാ സ്ഥലത്തും നമുക്ക് വേണ്ട ഒരു സാധനമാണ്. അത് എക്സാം എഴുതാൻ പോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും നമ്മളൊന്ന് വിശ്വസിക്കുക. ആർക്കും അവരവരെ ട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് സങ്കല്പിച്ചോ, ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡ് എവിടെ ഉണ്ടാക്കിയാണെന്ന് നമുക്കറിയത്തില്ല, എത്ര വൃത്തിയിൽ ഉണ്ടാക്കിയാണെന്ന് നമുക്കറിയത്തില്ല, ആരുണ്ടാക്കിയാണെന്ന് അറിയത്തില്ല, അതിനകത്ത് ചേർത്തേക്കുന്ന എണ്ണ എഞ്ചിൻ ഓയിലാണോ വെളിച്ചെണ്ണയാണോ പാം ഓയിലാണോ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ച് അതും കഴിക്കുന്നു. ഇനി ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാം, ആ ഡ്രൈവർ നമുക്കറിയാമോ? അറിയത്തില്ല. ആരോ വണ്ടി ഓടിക്കുന്നു, നമ്മൾ കയറിയിരിക്കുന്നു, അവിടെ എത്തുന്നു. ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നു, ലോക്കോ പലിക്കുന്നത് നമുക്കറിയാം, അറിയത്തില്ല. പക്ഷെ പുള്ളിയെ നമ്മൾ വിശ്വസിച്ച്, നമ്മൾ കണ്ടുപോലും കാണത്തില്ല, പക്ഷെ പുള്ളിയെ നമ്മൾ വിശ്വസിച്ച് ആ വണ്ടിയിൽ സേഫ് ആയിട്ടിരിക്കുന്നു. എടാ, ബാക്കി അറിയാത്ത എല്ലാവരും നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്തോടെ. ട്രസ്റ്റ് ചെയ്തോ, നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്തോ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു, നമ്മുടെ ലൈഫിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു അത്ഭുതം കാണിക്കാൻ പറ്റില്ല, നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒരാൾക്കും പറ്റത്തില്ല. ബാക്കി എല്ലാവർക്കും നീ അത് ചെയ്യും, അത് ചെയ്താണ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും
നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിലിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾക്കൊരു ലോജിക്കുണ്ട്, അത് ആർക്കും പണയം വെച്ചിട്ടില്ല. ആ ലോജിക്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ തീരുമാനങ്ങൾ കിട്ടും. ഓക്കെ, ഇനി അങ്ങോട്ട് എക്സാമിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ നിങ്ങളുടേതായിട്ടുള്ള കുറേ തീരുമാനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് കൃത്യമായിട്ട് അതിന് എക്സിക്യൂട്ട് ചെയ്യുക, അതിൽ ട്രസ്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വരരുത്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അടിക്കുക, അടിക്കാതെ എവിടെയാണ് പോകുന്നത്? നമ്മളല്ലാതെ പിന്നെ ആരടിക്കാൻ പോകുന്നത്? നമ്മൾ അടിച്ചിരിക്കും. ഞാനീ പറയുന്നത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് ഏറ്റവും അധികം റിസൾട്ട് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും അധികം റാങ്ക് കഴിച്ചത് സൂപ്പർ നോട്ട്സിൽ നിന്ന് നമ്മുടെ പിള്ളേരാണ്. അപ്പോൾ ആ കോൺഫിഡൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്തു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്? ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്, ഒന്ന്, നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. 2, PSCക്ക് എന്താണോ വേണ്ടത് ആ സാധനം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കുക. എന്താ PSCക്ക് വേണ്ടത്? PSCക്ക് വേണ്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അല്ലാതെ പാടുള്ള ക്വസ്റ്റ്യൻ മൊത്തം അറ്റൻഡ് ചെയ്യുന്നവരല്ല, മറിച്ച് നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും പാടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരേ മാർക്കാണ് അല്ലെ. അപ്പോൾ PSCക്ക് വേണ്ട കാര്യം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. 3, ടെൻഷൻ ഒന്നും ആവാതെ കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് പോവാം. എല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ് മെയ് 16-നും ജൂൺ 6-നും എക്സാം എഴുതി നിങ്ങൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഒരു കമൻറ്റ്, എക്സാം എളുപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു കോൾ, സാർ എക്സാം തകർത്തു, അടിപൊളിയായിരുന്നു, ആ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇനി ഇന്നലെ എക്സാം കഴിഞ്ഞവർ മക്കളെ, ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ കുഴപ്പമില്ല, ഇന്ന് തൊട്ട് മെയിൻസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ മെയിൻസിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് പുതിയ ബാച്ച് നമ്മൾ ഈ മാസം ഒരു പകുതിയോടെ മെയ് 15 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അപ്പോൾ നമ്മൾ വേറെ വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. നല്ല ക്ലാസ്, മാക്സിമം നല്ല ക്ലാസ് നമ്മൾ തരാൻ ശ്രമിക്കും. അടിപൊളി നോട്ട്സ് നമ്മൾ തരാൻ ശ്രമിക്കും. ഒരു ടെസ്റ്റ് പാക്ക് നമ്മൾ അതിനകത്ത് ആടാൻ ശ്രമിക്കും. പിന്നെ കൂടെ കാണും. അത്രയും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് മെയ് 16-നും ജൂൺ 6-നും എക്സാം എഴുതുന്നവർക്ക് ഇപ്പോൾ നടന്നില്ലേ ആ പാറ്റേണിൽ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരുന്ന ദിവസം സൂപ്പർ നോട്ട്സിന് ആപ്പിനകത്ത് നമ്മളൊരു ടെസ്റ്റ് ആയിട്ട് തരാൻ പോവുകയാണ്. ആ സെയിം പാറ്റേൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ കുറേ യൂട്യൂബ് ലൈവ്സും അതേപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ എക്സാമിന്റെ ഒരു അനാലിസിസ്, ഇനി അങ്ങോട്ട് ഓരോ വിഷയങ്ങളും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കാം, അതിന്റെ മാരത്തോൺസ്, അതിന്റെ ലൈവ്സ് ബാക്കിയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, നമ്മുടെ ടെലിഗ്രാം ചാനലും ഒന്ന് ഫോളോ ചെയ്തോ. ഉറപ്പായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയിരിക്കും. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. മെയ് 16 അതേപോലെ ജൂൺ 6 എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ താഴെ ആ കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സാം എളുപ്പമായിരുന്നു, ആ കോഡും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.